കോഴിക്കോട് പാട്രിക്സ് പള്ളി കെട്ടിടത്തിന് തീവെച്ച സംഭവം ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കും. തീവെച്ച ഒഡീഷ സ്വദേശിയെ പോലീസ് പിടികൂടിയെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന സംശയത്തിനു പിന്നാലെയാണ് IB പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയത്. ജയന്ത് നായിക്കിനെ പോലീസ് പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാട്രിക്സ് പള്ളിയുടെ മതബോധന ഓഫീസിന് തീപിടിച്ചത്. അയൽവാസികൾ തീ പടരുന്നത് കണ്ടതിനെ തുടർന്ന് പള്ളി വികാരിയെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും എത്തുന്നതിന് മുൻപ് കെട്ടിടം പൂർണ്ണമായും സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായും കത്തിനശിച്ചിരുന്നു. പ്രാഥമിക പരിശോധനയിൽ പള്ളി കോമ്പൗണ്ടിലേക്കും മതിലിന് മുകളിലേക്കും ഒരാൾ പ്രവേശിച്ചതായി കണ്ടെത്തി. സമീപത്തെ കടകളിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതോടെ പോലീസ് അതിക്രമം നടത്തിയ ആളെ തിരിച്ചറിഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയോടെ ഒഡീഷ സ്വദേശിയായ ജയന്ത് നായികിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നറിയാൻ കസ്റ്റഡിയിലായ ഉടൻ തന്നെ പ്രതിയുടെ നഖവും മുടിയും ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിരുന്നു. ഒഡീഷ സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി ജയന്ത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ സ്വന്തമാക്കിയതും ഇവിടെ നിന്നാണ്. 3 മാസം മുമ്പാണ് ജയന്ത് കോഴിക്കോടെത്തിയത്. ഹോട്ടൽ ജീവനക്കാരനായിരുന്നുവെങ്കിലും കൃത്യമായി ജോലിക്ക് പോയിരുന്നില്ല. അതിനിടെയാണ് ശനിയാഴ്ച പുലർച്ചെ ജയന്ത് പള്ളിക്ക് തീയിട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെ പ്രതിയെ പള്ളി കോമ്പൗണ്ടിൽ എത്തിച്ചെങ്കിലും തീയിട്ട സമയത്ത് മദ്യലഹരിയിലായിരുന്നതിനാൽ ഒന്നും ഓർമ്മയില്ലെന്ന് ജയന്ത് നായിക് പോലീസിനോട് പറഞ്ഞു. പള്ളി തീവയ്പിന് പിന്നിൽ ദുരൂഹതകളുണ്ടെന്ന സംശയങ്ങൾ ബാക്കിയായതോടെയാണ് ഇന്റലിജൻസ് ബ്യൂറോ വിഷയത്തിൽ ഇടപെട്ടത്. ഇയാൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പേ ബാംഗ്ലൂരായിരുന്നു. ഇയാൾ ഒറിജിനൽ നേറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഒറീസയാണ്. പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. നമ്മളതിന് കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ IB നിന്നും ആൾ വരുന്നുണ്ട്. ഒഡീഷ കലർന്ന ഹിന്ദിയാണ് ജയന്ത് നായിക് സംസാരിക്കുന്നത്. അതിനാൽ ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്യൽ. ദുരൂഹതയുണ്ടെന്ന സംശയത്തിന് തെളിവുകൾ കിട്ടിയാൽ പള്ളി കത്തിക്കൽ കേസ് NIAക്ക് കൈമാറാനുള്ള സാധ്യതകളും പോലീസ് വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.